ഈ വീഡിയോയിൽ നമ്മൾ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ സൗണ്ട് വേവ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇതിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ പുതിയൊരു ട്രെൻഡായിട്ട് വരുന്നത്. നിങ്ങൾക്ക് പരീക്ഷ എഴുതിയ എല്ലാവർക്കും അറിയാം, സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഓരോ ഭാഗവും നന്നായി മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് ഫിഗർ ഷോസ് എ സിമ്പിൾ പെൻഡുലം. ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു സിമ്പിൾ പെൻഡുലാണ്. ഇനി രണ്ട് കാര്യങ്ങൾ അതിൻ്റെ ലെങ്ത്തിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ഹൗ ഈസ് ഇറ്റ്സ് പീരീഡ് ഓഫ് ഓസിലേഷൻ. ഒന്നാമത്തെ കാര്യം, പീരീഡ് ഓഫ് ഓസിലേഷൻ അതിൻ്റെ ലെങ്ത്തിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഫ്രീക്വൻസി അതിൻ്റെ ലെങ്ത്തിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ലെങ്ത്ത് കൂടുമ്പോൾ പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ത് സംഭവിക്കും? ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് കൂടുമ്പോൾ അതിൻ്റെ പീരീഡ് ഓഫ് ഓസിലേഷനും ഇൻക്രീസ് ചെയ്യും. അതായത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലായിരിക്കും. ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടും. എന്നാൽ ഫ്രീക്വൻസിയും ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് കൂടുകയാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി കുറയാണ് ചെയ്യുക. മനസ്സിലായി? അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നത്, ലെങ്ത്ത് കൂടാണെങ്കിൽ പീരീഡ് ഓഫ് ഓസിലേഷൻ കൂടും, ലെങ്ത്ത് കുറയാണെങ്കിൽ പീരീഡ് ഓഫ് ഓസിലേഷൻ കുറയും. അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിൽ. ഇനി ലെങ്ത്ത് കൂടാണെങ്കിൽ ഫ്രീക്വൻസി കുറയാണ് ചെയ്യുക. മനസ്സിലായി? അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും. അപ്പോൾ ഈ ഒരു കാര്യം നന്നായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. കർവ്ഡ് സീലിംഗ്സ് ഇൻ ഹോൾസ് ഹെൽപ്സ് ടു സ്പ്രെഡ് സൗണ്ട് ഫ്രം എ സോഴ്സ് ടു ഓൾ പാർട്ട് ഓഫ് ദ ഹോൾ. ഒരു ഹോളിലെ സീലിങ്സ് ഒക്കെ കർവ് രൂപത്തിലാണ് നമ്മൾ നിർമ്മിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സോഴ്സിൽ നിന്ന് വരുന്ന സൗണ്ട് ആ ഹോൾ, വലിയൊരു ഹോളാണെങ്കിൽ ആ ഹോളിൻ്റെ എല്ലാ ഭാഗത്തേക്കും അത് ഒരുപോലെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ സീലിങ്സ് കർവ് രൂപത്തിൽ നിർമ്മിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കി. നെയിം അനദർ ഡിവൈസ് യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ഡിവൈസ് ഏതാണ്? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? സൗണ്ട് ബോർഡ്. സൗണ്ട് ബോർഡാണ് ഇതിനു വേണ്ടി മറ്റൊരു ഡിവൈസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി വിച്ച് ഫിനോമിനൻ ഓഫ് സൗണ്ട് ഈസ് മെയ്ഡ് യൂസിങ് ദീസ് ഡിവൈസസ്. ഈ ഡിവൈസസിലൊക്കെ ഏത് സൗണ്ടിൻ്റെ ഫിനോമിനനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഏതാണ്? നമുക്കറിയാം, റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, ഈ ഹോള് കർവ് ചെയ്ത് ഉണ്ടാക്കുന്ന എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ഡിവൈസ് ഏതാണ്, അതിൻ്റെ ഫിനോമിനൻ ഏതാണ്, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പഠിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഇൻ സ്മോൾ റൂംസ് ഇൻസ്റ്റെഡ് ഓഫ് ഹാവിങ് ദ റിഫ്ലക്റ്റഡ് സൗണ്ട് ഡിസ്റ്റിങ്ക്റ്റ്ലി ബി ഹിയർ ബൂമിങ് ഓഫ് സൗണ്ട്. ചെറിയ റൂമിൽ നമുക്ക് അറിയാലോ, അവിടെ സൗണ്ടിന് ഒരു സൗണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൗണ്ടിന് റിഫ്ലക്ഷൻ സംഭവിക്കും, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ സംഭവിക്കും. ആ സൗണ്ട് ഒന്നും നമുക്ക് വെവ്വേറെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കില്ല. നമുക്കിവിടെ കേൾക്കാൻ സാധിക്കുന്നത് ആകെ ഒരു മുഴക്കമായിരിക്കും, അതായത് ബൂമിങ്, ഒരു മുഴക്കം. വ്യക്തമായിട്ട് ആ സൗണ്ട് ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സൗണ്ടിന്റെ എഫക്റ്റിന് നമ്മൾ എന്താ വിളിക്കുക? റിവർബറേഷൻ. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റൂമിൽ നിന്ന് നമ്മളൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ സൗണ്ടിന് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത് കൊണ്ട്, ഇപ്പോൾ ഒരു ശബ്ദം കേട്ട് അടുത്ത ആ ശബ്ദം നിലയ്ക്കുമ്പോഴേക്കും അടുത്ത ശബ്ദം കേൾക്കും, അത് നിലയ്ക്കുമ്പോഴേക്കും അടുത്ത ശബ്ദം കേൾക്കും. അപ്പോൾ നമുക്ക് അത് വ്യക്തമായിട്ട് ആ ഒരു സൗണ്ട്സ് ഒന്നും കേൾക്കാൻ സാധിക്കില്ല. ആ ഒരു മുഴക്കം മാത്രമേ നമുക്ക് അതിൽ നിന്ന് കേൾക്കുള്ളൂ. അപ്പോൾ ആ ഒരു എഫക്റ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റിവർബറേഷൻ. എന്തുകൊണ്ടാണ് ഈ മുഴക്കം നമ്മുടെ കാതുകളിൽ കേൾക്കുന്നത്? അതാണ് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമുക്കറിയാലോ, നമ്മുടെ കാതിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ചെവിയുടെ പ്രത്യേകത. ആ ഒരു പ്രത്യേകതനെ നമ്മൾ എന്താ വിളിക്കുക? പേഴ്സിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ്. ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാലും അടുത്തൊരു ശബ്ദം കേട്ടാലും ആ ആദ്യം കേട്ട ശബ്ദം നമ്മുടെ ചെവിയിൽ എത്ര നേരം തങ്ങി നിൽക്കും? നമ്മൾ പറഞ്ഞ സെക്കൻഡിന്റെ 10 ഒരു ഭാഗം തങ്ങി നിൽക്കും. 1/10 സെക്കൻഡ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പേഴ്സിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് പഠിച്ചിട്ടുണ്ടോ? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ പരീക്ഷയ്ക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് വളരെ നല്ല രീതിയിൽ വരും. അതിൻ്റെ പോയിന്റ് 10 ഒരു ഭാഗമാണോ 16 ഒരു ഭാഗമാണോ എന്നൊക്കെ ചോദിക്കും. 16 ഭാഗം വരുന്നത് കാഴ്ചയുടെ കാര്യത്തിലാണ്. എന്നാൽ ഇയറിംഗ്, നമ്മുടെ ചെവിയുടെ കാര്യത്തിൽ സെക്കൻഡ്സിന്റെ 10 ഒരു ഭാഗം മാത്രമേ നമ്മുടെ ചെവിയിൽ തങ്ങി നിൽക്കുള്ളൂ. അപ്പൊ ആ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് പേഴ്സിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് ആണ്. നന്നായി പഠിച്ചിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. നെയിം ദ ഡിവൈസ് യൂസ് ടു ഹിയർ ഈവൻ ദ ഫെയിൻറ്റസ്റ്റ് സൗണ്ട് ഓഫ് ഹാർട്ട് ബീറ്റ്. നമ്മുടെ ഹാർട്ട് ബീറ്റിന്റെ സൗണ്ട് നമ്മൾ എന്ത് ഡിവൈസ് വെച്ചിട്ടാണ് നോക്കുന്നത്? ഡോക്ടേഴ്സ് നോക്കുന്ന സ്റ്റെതസ്കോപ്പ് വെച്ചിട്ടാണ് നോക്കുന്നത്. വാട്ട് ഫിനോമിനൻ ഓഫ് സൗണ്ട് ഈസ് മെയ്ഡ് യൂസിങ് ദിസ് ഡിവൈസ്. ഈ ഡിവൈസിൽ സൗണ്ടിന്റെ എന്ത് ഫിനോമിനാണ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ? റെസനൻസ് ആണ്. ആ ഒരു ഫിനോമിനൻ എന്ന് പറയുന്നത് റെസനൻസ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി. വെൻ ദ സ്പീഡ് ഓഫ് എ വേവ് ഈസ് കോൺസ്റ്റൻറ്റ്. ഒരു വേവിൻ്റെ സ്പീഡ് അഥവാ വെലോസിറ്റി എന്ന് പറഞ്ഞത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇവിടെ വേവിൻ്റെ സ്പീഡ്
അതിന് മറ്റൊരു ടേമാണ് വെലോസിറ്റി. അപ്പോൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് വെലോസിറ്റി എന്നാവും തരാം, ചിലപ്പോൾ സ്പീഡ് എന്നാവും തരാം. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ഫോളോയിങ് ഇൻ റിലേഷൻ വിത്ത് ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. അപ്പോൾ ഒരു വേവിൻ്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, അതിന് അനുയോജ്യമായ ഉത്തരം ഈ ഓപ്ഷനിൽ നിന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഈ ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും കാണുമ്പോൾ തന്നെ നമുക്കറിയണം അവ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലായിരിക്കും അല്ലേ. ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ വേവ് ലെങ്ത്ത് കുറയും, വേവ് ലെങ്ത്ത് കൂടുകയാണെങ്കിൽ ഫ്രീക്വൻസി കുറയും. അപ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസസ്, വേവ് ലെങ്ത്ത് ഡിക്രീസസ്. കണ്ട, ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയണേനാണ് നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെയായിരിക്കും കറക്റ്റ്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കി, ഫ്രീക്വൻസി ഇൻക്രീസസ് വേവ് ലെങ്ത്ത് ഇൻക്രീസസ്. തെറ്റാണ്. ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത്ത് കുറയാണ് വേണ്ടത്. ഇനി ഫ്രീക്വൻസി ഇൻക്രീസസ് വേവ് ലെങ്ത്ത് റിമെയിൻ അൺചേഞ്ച്ഡ്. ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത്തിന് ഒന്നും സംഭവിക്കാതെ അങ്ങനെ തന്നെ നിൽക്കൂ? അല്ല, ഫ്രീക്വൻസി കൂടുകയാണെങ്കിൽ വേവ് ലെങ്ത്ത് കുറയും. ഇനി നേരെ തിരിച്ചു തന്നാലോ, ഫ്രീക്വൻസി ഡിക്രീസസ് വേവ് ലെങ്ത്ത് ഇൻക്രീസസ്. കണ്ട, ഒന്ന് കുറയുമ്പോൾ മറ്റേത് കൂടും. ആ ഒരു കാര്യം മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓപ്ഷനിൽ നിന്ന് ഉത്തരം എഴുതാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞത് ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത്ത് കുറയും. ഇങ്ങനെ തന്നെയായിരിക്കില്ല കേട്ടോ ഓപ്ഷൻ തരാം. നിങ്ങൾ ഈ ഒരു തീം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, കണ്ട, ഈ ഒരു ഫിഗർ തന്നിട്ട് 2 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം CR എന്നൊക്കെ പറയുന്നത് കംപ്രഷനും റെയർഫാക്ഷനാണ്. അപ്പോൾ വേവ് ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 2 C തമ്മിലുള്ള ദൂരമോ അല്ലെങ്കിൽ 2 ആറുകൾ തമ്മിലുള്ള ദൂരമാണ് വേവ് ലെങ്ത് അഥവാ ലാംഡ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് CC അല്ലെങ്കിൽ RR ആയിരിക്കും. ഇനി CC എന്ന് പറയുന്നത് ലാംഡ ആണെങ്കിൽ അതിൻ്റെ പകുതിയായ CR എന്ന് പറയുന്നത് എന്തായിരിക്കും? λ/2. CR എന്ന് പറയുന്നത് വേവ് ലെങ്ത്തിൻ്റെ പകുതി ആയിരിക്കും. അതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. 2 Cകളോ 2 ആറുകളോ തമ്മിലുള്ള ദൂരം ലാംഡയാണെങ്കിൽ CR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് λ/2 വേവ് ലെങ്ത്തിൻ്റെ പകുതിയാണ്. ഇനി ഇതിൽ നിന്ന് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് വരാം. ഈ കംപ്രഷനും റെയർഫാക്ഷനും ഉണ്ടാകുന്ന വേവ്, ഏത് വേവിലാണ് ഈ കംപ്രഷനും റെയർഫാക്ഷനും ഉണ്ടാകുന്നത്? 2 തരം വേവിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ഒന്ന് ട്രാൻസ്വേഴ്സ് വേവും. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, കംപ്രഷനും റെയർഫാക്ഷനും ഉണ്ടാകുന്ന വേവ് ഏതാണ്? ട്രാൻസ്വേഴ്സ് ആണോ ലോഞ്ചിറ്റ്യൂഡിനൽ ആണോ? ഏത് വേവ് ആയിരിക്കും? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആയിരിക്കും. ഇനി ഈ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ പ്രഷർ വേരിയേഷൻസ് ഉണ്ടാവുമോ? ഉണ്ടായിരിക്കും. എന്നുവെച്ചാൽ പ്രഷർ വേരിയേഷൻസ് വരുന്നത് കൊണ്ടാണ് ഇവിടെ കംപ്രഷനും റെയർഫാക്ഷൻ എന്നീ 2 റീജിയൻസ് ഫോം ചെയ്യുന്നത്. ഇനി ഇവിടെ വേവ് പ്രൊപ്പഗേഷൻ അനുസരിച്ച് പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? പാരലായിട്ടായിരിക്കുമോ പെർപെൻഡിക്കുലർ ആയിട്ട് ആയിരിക്കുമോ? അതായത് ലോഞ്ചിറ്റ്യൂണൽ വേവിലാണെങ്കിൽ ഈ പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. വേവ് പ്രൊപ്പഗേഷന് പാരലായിട്ടായിരിക്കും ഈ പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ. പരീക്ഷയ്ക്ക് എങ്ങനെ വേണമെങ്കിൽ തിരിച്ചും മറിച്ചും ചോദിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, നെയിം ദ ഡിവൈസ് വിച്ച് ഈസ് യൂസ് ടു ട്രെയിൻ ദ ഡോഗ്. ഡോഗ്സിന് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഡിവൈസ് ഏതാണ്? ഗാൽട്ടൺ വിസിൽ. ഫ്രീക്വൻസി ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് ഡിവൈസ്. ഈ ഡിവൈസിൽ നിന്ന് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഗാൾട്ടൺ വിസിലിൽ നിന്ന് ഉണ്ടാക്കുന്ന ആ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി എത്രയാണ്? 30,000 ഹേർട്സ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ആ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് 30,000 ഹേർട്സ് ആണ്. ക്യാൻ ഹ്യൂമൻ ഇയർ ദ സൗണ്ട് ഓഫ് ദിസ് ഡിവൈസ്. ഈ ഗാൾട്ടൺ വിസിലിൽ നിന്ന് വരുന്ന സൗണ്ട് ഹ്യൂമൻ ഇയറിന് ഓഡിബിൾ ആണോ? അല്ല. വാട്ട് ഈസ് ദ ഓഡിബിൾ റേഞ്ച് ഓഫ് ഹ്യൂമൻ? ഹ്യൂമൻ ഓഡിബിൾ റേഞ്ച് എന്ന് പറയുന്നത് 20 ഹേർട്സ് മുതൽ 20,000 ഹേർട്സ് വരെയാണ്. അല്ലെങ്കിൽ 20 ഹേർട്സ് മുതൽ 20 കിലോ ഹേർട്സ് വരെയാണ്. ഇങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിക്കാം. 20 ഹേർട്സ് തൊട്ട് 20,000 ഹേർട്സ് അഥവാ 20 ഹേർട്സ് ടു 20 കിലോ ഹേർട്സ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും പഠിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് എങ്ങനെ വേണമെങ്കിൽ തിരിച്ചും മറിച്ചും ചോദിക്കാം.